നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആനന്ദ് ശ്രീബാല ഇപ്പോൾ തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മളോടൊപ്പം ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി എത്തിയിട്ടുള്ളത് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണുവിനെയാണ്. വിഷ്ണുട്ടാ, നമസ്കാരം. വെൽക്കം ടു സെല്ലോയിഡ്. നമസ്കാരം. അപ്പം ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ ആനന്ദ് ശ്രീബാല ഇപ്പം വളരെ ഹ്യൂജ് പ്രേക്ഷകരുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസോട് കൂടിയിട്ട് തിയേറ്റേഴ്സിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംവിധായകനായിട്ടുള്ള ആദ്യത്തെ ചിത്രമാണ്. അപ്പം എന്താണ് ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു നിമിഷത്തില്? തീർച്ചയായും. കാരണം ആദ്യത്തെ സിനിമ ഇത്രയും അധികം പ്രേക്ഷക ശ്രദ്ധ നേടുക, ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്നൊരു ഭാഗ്യമല്ല. പിന്നെ എനിക്ക് നല്ലൊരു പ്രൊഡക്ഷനും നല്ല റൈറ്ററും നല്ലൊരു ക്രൂവിനെയും കിട്ടി. സോ ഇങ്ങനെ ഒരു വിജയം നേടിയെടുക്കണം എന്നുള്ളൊരു ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണല്ലോ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമ എത്തി എന്ന് പറഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും. ഇപ്പൊ ആദ്യത്തെ സിനിമ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റിനോൺ ഡയറക്ടർ ആയിട്ടുള്ള വിനയൻ സാറിന്റെ മകനാണ് വിഷ്ണുചേട്ടൻ. അപ്പം അദ്ദേഹത്തിന്റെ സിനിമകൾ എന്നും റോം കോം ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഭയങ്കര എലമെന്റ് ഉള്ള മൂവി ആയിരിക്കും. അപ്പൊ ചേട്ടന്റെ ആദ്യത്തെ സിനിമ ഇത്തിരി ഡിഫറെന്റ് ആക്കിയിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി എനിക്ക് സിനിമ സംവിധാനം ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നവും ഒക്കെ. പക്ഷേ ഒരു പർട്ടിക്കുലർ ജോൺറിലുള്ള ഒരു സിനിമ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യം വന്ന ഓപ്പർച്യൂണിറ്റിയിൽ ആ കഥ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ കണക്ക് എല്ലാ തരത്തിലുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള സിനിമകളും, അല്ലെങ്കിൽ കോമഡി, ആക്ഷൻ, അഡ്വെഞ്ചേഴ്സ്, ഫാൻറ്റസി ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില സിനിമകളിൽ ഇപ്പോൾ രാക്ഷസ രാജാവിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് അങ്ങനെ എല്ലാ വെറൈറ്റിയും ചെയ്യണം, അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്തരം ചിന്തകളൊക്കെ ആവും. ഇപ്പോൾ എനിക്ക് അഭിലാഷ് പിള്ള എൻ്റെ അടുത്ത് പറഞ്ഞ 2-3 കഥകളിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ആനന്ദ് ശ്രീബാലയാണ്. അപ്പോൾ ആനന്ദ് ശ്രീബാല ഒരു കുറ്റാന്വേഷണ ചിത്രമാണ്. അങ്ങനെ സംഭവിച്ചതാണ് ചിത്രം. ഓക്കെ. അപ്പം സിനിമയുടെ ഒരു സക്സസിന് പുറകില് വിഷ്ണുചേട്ടന്റെ ഡിറക്ഷൻ ഉണ്ട്, അഭിനയിച്ച ആൾക്കാരുടെ ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഞാൻ സിനിമ കണ്ട ഒരു പ്രേക്ഷകയാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് അർജുൻ അശോകനോ അപർണ ദാസോ ഒന്നുമല്ല. ആ സിനിമയുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ കഥയാണ് യഥാർത്ഥ ഹീറോ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ശരിയല്ലേ? തീർച്ചയായും. ഇതെനിക്ക് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു കുറ്റാന്വേഷണ ചിത്രത്തിനുപരി ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള കുറ്റാന്വേഷണ ചിത്രമാണ്. അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാരക്ടർ ഡ്രിവൺ ആയിരിക്കും പലതും. പക്ഷേ ഈ ക്യാരക്ടറിന് കുറച്ചുകൂടെ പ്രത്യേകത ഉണ്ടെന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഫാമിലിയുടെ കഥയാണ്. ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഒരു സ്ട്രഗിൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറാണ് അർജുൻ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ കഥാപരമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ ആസ് എ ഡയറക്ടർ അയാളുടെ ഏറ്റവും ആദ്യത്തെ ഒരു പരമപ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൾക്കാരെ സിനിമയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് അഭിനേതാക്കളിലേക്കും കറക്റ്റ് ടെക്നീഷ്യൻസിലേക്കും എത്താൻ പറ്റി. പക്ഷേ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ കാരണം അവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അവർക്ക് ഇതിനോടുള്ളൊരു താല്പര്യമാണ് അവരുടെ മാക്സിമം ഒരു ഔട്ട്പുട്ട് ഇതിലോട്ട് കിട്ടാൻ കാരണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മീനാക്ഷി പറഞ്ഞ കണക്ക് കഥ തന്നെയാണ് ഇതിൻ്റെ താരം. തീർച്ചയായിട്ടും. ആ കഥ ഉണ്ടാക്കിയ അഭിലാഷ് പിള്ളയെ പറ്റിയിട്ട് അപ്പം എന്തായാലും നമുക്ക് സംസാരിക്കണം. അഭിലാഷ് ഏട്ടന്റെ സ്ക്രിപ്റ്റുകൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറിൽ പോകുന്നതാണെങ്കിൽ കൂടി ഹ്യൂമൻ ഇമോഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കഥയായിരിക്കും എപ്പോഴും അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പം ആസ് എ ഡയറക്ടർ ഇത്രയും ബ്ലോക്ക് ബസ്റ്റേഴ്സ് സൃഷ്ടിച്ച ഒരു തിരക്കഥാകൃത്തിന്റെ കൂടെ വർക്ക് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു ഏട്ടാ? അഭിലാഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അച്ഛൻ്റെ അടുത്ത് എന്തോ കഥ പറയാൻ വന്നപ്പോഴാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഐഡിയയിലില്ല. പിന്നെ ആൻഡോ ചേട്ടനാണ് വിളിച്ച് പറയുന്നത്, ഞാനും അഭിലാഷും കൂടി ഇരുന്നിട്ട് ഒരു നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ. കാരണം ഞാൻ എൻ്റെ അഭിനയിക്കാനുള്ള ആഗ്രഹം ആൻഡോസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ സംവിധാനം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പുള്ളി മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഞാനും അഭിലാഷും ഇരുന്നു. അഭിലാഷ് ഇതിനു മുമ്പും ത്രില്ലേഴ്സ് ചെയ്തിട്ടുണ്ട്, കെഡാവർ, നൈറ്റ് ഡ്രൈവ് ഒക്കെ. പക്ഷേ തൊട്ട് മുമ്പ് ചെയ്തത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായ മാളികപ്പുറമാണ്. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫിലിമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അഭിലാഷ് എന്നെ മനസ്സിലാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. എനിക്ക് എത്തരത്തിലുള്ള സിനിമകളാണ് താല്പര്യം, ഇപ്പം ഞാൻ ഇമോഷനെ ട്രീറ്റ് ചെയ്യുന്നത് എത്തരത്തിലായിരിക്കും. കാരണം അഭിലാഷ് എനിക്ക് കഥ തന്നാലും എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണല്ലോ ഇത് പുറത്തോട്ട് വരിക. അപ്പോൾ അഭിലാഷിന് അത് മനസ്സിലാക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല കഥകളും പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ആനന്ദ് ശ്രീബാലയിലേക്ക് എത്തിയത്.
പിന്നെ ആനന്ദ് ശ്രീബാലയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ നേരത്ത് ആദ്യം അഭിലാഷിൽ ഡ്രാഫ്റ്റ് എഴുതിയിരുന്നു. പിന്നെ ഞങ്ങൾ ടീമായിട്ടിരുന്ന് അതിനെ വീണ്ടും എഡിറ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അഭിലാഷിന് ആക്ച്വലി ഒരു റൈറ്റിംഗ് അസോസിയേറ്റ് ഉണ്ട്. ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇപ്പോഴത്തെ സിനിമയിൽ എഴുത്ത് ഒറ്റയ്ക്കൊരാൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ഡിസ്കഷനും അത്തരം റിസർച്ചിനൊക്കെ താല്പര്യം കാണിക്കുന്ന ആളാണ് അഭിലാഷ്. അപ്പോൾ ഞങ്ങളിത് എഴുതാൻ നേരത്ത് അഭിലാഷ് ഇത് ഇമോഷണലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ആൾക്കാരുടെ ഇമോഷൻസ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷെ അതൊന്ന് അങ്ങോട്ടോ ഒന്ന് താഴോട്ടോ പോയി കഴിഞ്ഞാൽ അത് മാക്സിമം എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അത് ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം ഇതൊരു കുറ്റാന്വേഷണ ചിത്രമായത് കാരണം നമുക്ക് ചില ഇമോഷൻസിലോട്ട് കൂടുതൽ പോകാൻ പറ്റില്ല. ആൾക്കാരെ നമുക്ക് ഒരു സസ്പെൻസിലും ട്വിസ്റ്റിലും കൂടെ ഇരുത്തണമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തന്നെ എഴുതിയ ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. അതായത് ഓപ്പൺ ടു ഓപ്പൺ ടു ഐഡിയാസ് ആൻഡ് പുള്ളി ഭയങ്കര ഫ്ലെക്സിബിളാണ് കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടീം ആയിട്ട് തന്നെ ഇരുന്നിട്ട് ഈ സിനിമയുടെ പല ഏരിയാസും അതിൻ്റെ ഹെഡായിട്ടാണ് അഭിലാഷ് വർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ അഭിലാഷ് അതിനൊരു കോൾ എടുക്കും. സോ അങ്ങനെയാണ് എടുത്തത്. അതിന്റെ വർക്കിംഗ് പോയത് അല്ലേ? ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പക്ഷെ ആനന്ദ് ശ്രീബാല കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങൾക്ക് ഭയങ്കര വലിയ വില കൊടുക്കുന്നുണ്ട്. അതായത് എസ്പെഷ്യലി ഒരു അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിന്റെ ഒരു ഇതിലൂടെയാണ് കഥ മൊത്തം സഞ്ചരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഒരു മകൾക്ക് വേണ്ടിയിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒരു തിരച്ചിലൂടെയാണ് കഥ ബിഗിൻ തന്നെ ചെയ്യുന്നത്. അപ്പം ആസ് എ ഡയറക്ടർ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ ആ ഇമോഷനിലേക്ക് കൂടുതൽ പോകാതെ എന്നാ ആ ഒരു വാല്യൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഇതൊരു നമുക്ക് ചുറ്റും നടന്ന ചില കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. പ്രത്യേകിച്ചൊരു കഥ എറണാകുളത്ത് നടന്നിട്ടുള്ള. അപ്പം ആ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഒരു ബയോപിക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ഇവൻറ്റ്സ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുണ്ട് ശരിക്കും ജീവിതത്തിൽ. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു യാത്രാ തിരച്ചിൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ കഥ എത്തണം, എത്തിക്കാൻ ഏറ്റവും ഷാർപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ അതായിരുന്നു. മാത്രമല്ല അതാണ് സിനിമയുടെ കാമ്പ്. കാരണം പല വീടുകളിലും ഇങ്ങനെ സംഭവിച്ചേക്കാം, പല കുട്ടികളും മിസ്സായി പോയേക്കാം. ചിലതൊക്കെ സോൾവ് ചെയ്യപ്പെടുന്നുണ്ട്, ചിലത് സോൾവ് ചെയ്യപ്പെടുന്നില്ല. അത് ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് ആയിരിക്കില്ല, അത് സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അച്ഛനും അമ്മയും അവർ സ്ട്രഗിൾ ചെയ്യുന്നത് വർഷങ്ങളോളം ഇത് ഒന്നും അറിയാതെ അതിൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്നത് എത്ര ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഇമോഷൻസ് കാണിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെൻട്രൽ ക്യാരക്ടർ അതാണ് അർജുൻ അശോകൻ്റെ ക്യാരക്ടർ. അപ്പോൾ അവിടെ അർജുൻ്റെയും അമ്മയുടെയും ആ ഒരു കെമിസ്ട്രി, അപ്പോൾ ആ കെമിസ്ട്രിയിലൂടെ നമുക്ക് എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഇവരോട് കാണിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് ത്രെഡും ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അമ്മ മകൻ ബന്ധം കാണിച്ചുകൊണ്ട് നമ്മൾ പിന്നീട് കാണിക്കുന്നത് ഒരു പാരൻസിന് അവരുടെ മോളോടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അത് ഈ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതാണ് എന്നെ സിനിമയിലേക്ക് അടുപ്പിച്ചത്. ഓക്കെ. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞു ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ് ആണ് ആനന്ദ് ശ്രീബാലയുടെ ഒരു കാമ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പം സിനിമാ സംവിധാനം ഒന്നും ചേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം എന്നില്ല. ഐ മീൻ അല്ല ഇങ്ങനെ ബേസ് ചെയ്തിട്ട് സിനിമ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരെയും പോലെ പത്രം വായിക്കുന്ന അതിനൊരു ദുഃഖം തോന്നുന്ന ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ചേട്ടൻ അന്ന് ഉണ്ടാവുക. പക്ഷെ ഈ ഒരു സിനിമ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? എനിക്ക് വിഷ്ണു വിനയന്റെ ഒരു യാത്ര അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഫോർ ദ പ്രോജക്റ്റ്, ഒരു റീസെർച്ച് ഒക്കെ പോകാൻ. അതെ ഞങ്ങള് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ആക്ച്വലി ഒരു ട്രൂ സ്റ്റോറിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വേറെ 2 കൂടെ ഞങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിലാഷിൻ്റെ മനസ്സിൽ നമുക്ക് ചുറ്റും നടന്ന് തെളിയിക്കപ്പെടാതെ പോയ കേസുകൾ നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് 2 കാരണമായിരുന്നു. ഒന്ന്, ചില കേസുകൾ മനഃപൂർവ്വം തെളിയിക്കപ്പെടുന്നില്ല, അതെന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു ശബ്ദം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം അഭിലാഷിനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിന് സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ കേസ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, അതിനെപ്പറ്റി അറിയാവുന്ന ആളുകളുടെ സംസാരിക്കാൻ തുടങ്ങി. മറ്റ് കേസുകളും ഇതിനകത്തുള്ളത് ഞങ്ങൾ കൂടുതൽ ഓരോ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ച് റിസർച്ച്, ആ പ്രോസസ്സ് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഇപ്പം നമ്മളൊരു കഥയുണ്ടാക്കി ഒരു റൂമിലിരുന്നതിൻ്റെ സീൻ എഴുതി ഡയലോഗ് എഴുതുന്നതിനപ്പുറത്തേക്ക് ഇത് എഴുതുന്നതും ഈ ഡയലോഗ് വരുന്നതും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ വേറെ ആളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് കിട്ടുന്നത്. അപ്പം ഒരു ഭയങ്കര സുഖമുള്ളൊരു ഇതാണ്. കാരണം നമുക്ക് എഴുതാൻ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാവും ഞങ്ങളിത് ചുമ്മാ ഉണ്ടാക്കി എഴുതുന്നതല്ല, ഇത് ഞങ്ങൾക്ക് ഇയാളുടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്, ഇത് മറ്റേയാൾ പറഞ്ഞ അതേ ഡയലോഗാണ്. സോ ആ എഴുത്തിനൊരു സുഖമുണ്ട്, അത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തരുന്നതാണ്.
പിന്നെ നമുക്ക് കുറച്ചുകൂടെ സത്യസന്ധമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം ഒരുപാട് യാത്രകൾ ഞങ്ങൾ നടത്തി. എന്നാൽ ഒരു പോയിന്റിന് ശേഷം ഞങ്ങളത് നിർത്തുകയും ചെയ്തു. കാരണം ഈ റിസർച്ച് നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ സിനിമയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകാം. ഒരു കഥയുടെ പുറകെ ഇങ്ങനെ അന്വേഷിച്ചു പോകും. അപ്പോൾ ഞങ്ങളൊരു പോയിന്റിൽ നിന്ന് നിർത്തി. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ആരുടെയും ഒരു ബയോപിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു 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 ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന അത്രയും റിയലിസ്റ്റിക് ആയിട്ടോ ചെയ്യാത്തത്. കാരണം അങ്ങനെ പോയാൽ ഇതിന് സിനിമ എന്ന് പറയുന്നൊരു ഒരു കലയുടെ പുറത്തോട്ട് പോയെന്ന് വരും. ചിലപ്പം റിസർച്ച് മാത്രമായി പോകും. ഞങ്ങൾ അത്രയും ഒബ്സസ്ഡ് ആയിപ്പോയി ഇടയ്ക്ക്. പിന്നെ ഞങ്ങൾ ഒരു പോയിന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ആ ഫുൾ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ സിനിമയിലേക്ക് വന്നത് അല്ലേ? അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ചിൽ ചേട്ടൻ്റെ ഒപ്പം ഈ യാത്ര ചെയ്യാനുണ്ടെന്ന് ചേട്ടനും അഭിലാഷ് ചേട്ടനും ആയിരുന്നു. അത് രണ്ടുപേരും കൂടിയിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ. അപ്പം ഈ ഒരു യാത്രയുടെ ഇടയിലുണ്ടായ ഏതെങ്കിലും ഒരു മേ ബി ഒരു രസകരമായ ഓർമ്മ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഉള്ളിൽ ഇന്നും തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? രസകരം എന്ന് പറയാൻ പറ്റില്ല അതിനെ. നമ്മളെ കൂടുതലും ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറേ പോലീസുകാരെ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് ബയസ്ഡ് അല്ലാത്ത കുറേ ഒപ്പീനിയൻസ് ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ ഞങ്ങൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കേസിലെ കുട്ടിയുടെ ബോഡി കിട്ടുന്നത് ശരിക്കും 2017 ആ കുട്ടിയുടെ ബോഡി കിട്ടുന്നത് എറണാകുളം വാർഫിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ യുടെ തിരക്കഥയ്ക്ക് വേണ്ടി ഒരു ഫ്ലാറ്റ് എടുക്കാം എന്ന് വിചാരിച്ച പ്രീ പ്രൊഡക്ഷന് വേണ്ടി ഞങ്ങളിങ്ങനെ ഫ്ലാറ്റ് തപ്പിപ്പോയി. കോയിൻസിഡൻ്റലി ഞങ്ങൾക്ക് ആ ഫ്ലാറ്റ് കിട്ടുന്നത് നേരെ ഈ വാർഫിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ബാൽക്കണി ഇരുന്നിട്ട് ഞങ്ങൾ കാണുന്ന ഈ വാർഫാണ്. അപ്പോൾ അത് എന്തോ ഒരു കണക്ഷൻ. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ നമ്മളവിടെ പോയി നിന്ന് ആ സ്പേസിൽ നിന്ന് നോക്കാൻ നേരത്ത് നേരെ നമ്മുടെ മുന്നിലാണ്. അത് ഭയങ്കര ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള സംഭവമായി. പക്ഷേ അതിൻ്റെ നമ്മൾ കുറച്ചുകൂടെ റൈറ്റിലോട്ട് നോക്കിയാലും നമുക്ക് ഈ ഗോശ്രീ പാലം കാണാൻ പറ്റും. സോ ഞങ്ങൾ ഇരുന്ന് എഴുതുന്ന സ്ഥലം ഇത് രണ്ടും ഞങ്ങളുടെ മുന്നിലുണ്ട്. ഗോശ്രീ പാലം റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, നേരെ അവിടെ നിന്ന് ഈ വാർഫും കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ചാടി ഒഴുകി വാർഫിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പാരൻസും പറയുന്നത്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ സിനിമയിലും ഉള്ളത്. മീനാക്ഷി സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരുപാട് പ്രേക്ഷകർ കാണാനുള്ളത് കാരണം നമുക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. അതായത് എന്തായാലും തിയേറ്ററിലും പോയി കണ്ട് തന്നെ അറിയട്ടെ. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ സിനിമയുടെ കാസ്റ്റിലേക്ക് വരികയാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാസ്റ്റാണ് സിനിമയിൽ വരുന്നത്. അതായത് ഈവൻ ആ കാണാതാകുന്ന പെൺകുട്ടി മുതൽ നമുക്ക് ഭയങ്കരമായിട്ട് എവിടെയോ നമുക്ക് ആ കുട്ടിയുടെ ഒരു മുഖഛായ പോലും തോന്നിപ്പോകും എന്നുള്ളൊരു ഇതാണ്. അപ്പം എന്തായാലും അതിനകത്തേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സംഗീത മാധവൻ എന്ന് പറയുന്ന ഒരു വലിയ നടിയുടെ ഒരു ശക്തമായ ക്യാരക്ടറുള്ള ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയാവുന്നതാണ്. എങ്ങനെയാണ് ഏട്ടാ അവരെ തന്നെ നമുക്ക് ശ്രീബാലയായി കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്? എനിക്കത് സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും ചാലഞ്ചിങ്ങും ആയിട്ടുള്ള ഏരിയ ഈ അമ്മ മകൻ ബന്ധമാണ്. അർജുൻ ആനന്ദും ശ്രീബാലയും തമ്മിലുള്ള ആ ഒരു കാരണം ആ സീൻ ആ സീനുകൾ അല്ലെങ്കിൽ ആ രംഗങ്ങൾ ചിലപ്പോൾ പാളിപ്പോവാം. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റിംഗ് ശരിയല്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഇത് കുറച്ച് സട്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറിനെയാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ അത് സംഗീത ചേച്ചിയാണെന്ന് തോന്നി. കാരണം ആ സമയത്ത് ഞങ്ങൾ ചാവേർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയമാണ്. ഒരുപാട് വർഷത്തിന് ശേഷം പുള്ളിക്കാരി വീണ്ടും അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലായി ആ സിനിമ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ ഓബിയസ്ലി ചിന്താവിഷ്ടയായ ശ്യാമളയും ക്രൈം ഫയലും അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വളരെ സട്ടിലായിട്ട് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴും ഫിസിക്കാലിറ്റി ഈ കഥാപാത്രത്തിന് ചേർന്നതാണ്. ഞങ്ങൾ വിളിച്ചു, അഭിലാഷാണ് വിളിക്കുന്നത്. അഭിലാഷ് കഥ പറഞ്ഞപ്പോൾ തന്നെ സംഗീത ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരി ഞങ്ങൾ ആലോചിച്ച ആദ്യത്തെ മുഖങ്ങളിലൊന്നും തന്നെയാണ്. ഞങ്ങൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന പേരുകളിലൊന്നും പുള്ളിക്കാരിയായിരുന്നു. പുള്ളിക്കാരി യെസ് പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശ്രീബാലയെ. അതെ, ശ്രീബാലയെ എത്തിയത്. എന്നിട്ട് സത്യം ഞാൻ ആദ്യം നേരിട്ട് കാണുന്നത് ഷൂട്ട് ചെയ്യാൻ വന്ന അന്ന് രാവിലെയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു, എങ്ങനെ ഇരിക്കും ഇവർ ഈ അർജുനും സംഗീത ചേച്ചി നമ്മളൊരു കെമിസ്ട്രി. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്തായാലും സിനിമ കാണുന്നവർക്ക് വേണ്ടിയിട്ട് സംഗീത ചേച്ചിയുടെ ക്യാരക്ടർ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തായാലും തിയേറ്ററിൽ പോയിട്ട് കണ്ടറിയാം. എങ്ങനെയുണ്ടായിരുന്നു അർജുൻ ചേട്ടന്റെയും സംഗീത മാമിന്റെയും ഒരു കെമിസ്ട്രി? അർജുൻ ഓൺ സ്ക്രീൻ അത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അർജുൻ എനിക്കും അഭിലാഷിനും അർജുനെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുപോലെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അർജുൻ ഒരുപാട് പൊട്ടൻഷ്യൽ ഒരു ആക്ടറാണ്. നമ്മളിപ്പം ഈ സമീപകാലത്തുള്ള സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അയാൾ ലീഡായിട്ട് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചില സിനിമകൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അയാളെ വെച്ച് തന്നെ ഈ സിനിമ ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് പ്രൊഡക്ഷൻ്റെ അടുത്തും പോയി പറഞ്ഞു. അവരും ഓക്കെ പറഞ്ഞു.
അപ്പോൾ അർജുൻ ഈ ക്യാരക്ടർ ഇപ്പം ഇതിനകത്ത് ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ സിനിമ കണ്ടാണല്ലോ അഭിലാഷ്. ഇതിനകത്ത് പല ലേയേഴ്സ് ഉണ്ട് ആ ക്യാരക്ടറിന്. അപ്പോൾ അർജുൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് വളരെ സട്ടിലായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒതുക്കത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അങ്ങനെ ഒരാൾ വേണം. അയാളുടെ ഫേസിൽ തന്നെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട പോലെ തന്നെ രണ്ടുപേരും കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി കുറച്ച് കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു റിലീഫായത്. കാരണം അത് ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനായി മാറിയത്. വന്നിരിക്കുകയാണ്. അവർ തമ്മിൽ ചാവേറിലും അഭിനയിച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു സീൻ മാത്രമാണ് അമ്മയും മകനുമായിട്ട്. പക്ഷേ ഇതിൽ നമ്മളത് ആ ഒരു പൊട്ടൻഷ്യൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു. ചെയ്തു. ഓൾറൈറ്റ്. ഇനി അടുത്ത് ചോദിക്കുന്ന ചോദ്യം അത് ഏത് രീതിയിൽ അതിനെ ഫ്രെയിം ചെയ്ത് അതിൻ്റെ ഒരു സസ്പെൻസ് പൊളിക്കാതെ ഞാൻ എങ്ങനെ ചോദിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആക്ച്വലി. അതായത് സൈദ് ചേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. ഉം. എന്താ പറയാ, ഡിഫറെന്റ് ഷെയ്ഡ്സിലൂടെ പോകുന്നുണ്ട് അതെ. ആ ഒരു ക്യാരക്ടർ. അതെ. സൈദ് ചേട്ടനെ ഇതിനു മുമ്പ് അഭിലാഷ് ചേട്ടന്റെ സിനിമയായ മാളികപ്പുറത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് വളരെ പാവം പിടിച്ചൊരു അച്ഛനാണ്. പക്ഷെ ഇതിനകത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അബൌട്ട് ഹിസ് കാസ്റ്റിംഗ് അതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഇത് അല്ല, സൈജു ചേട്ടൻ്റെ കാസ്റ്റിംഗ് ഇതിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാസ്റ്റ് ഒരു ഒരു ഭയങ്കരമായിട്ട് വർക്കായി. അത് സത്യം പറഞ്ഞാൽ അതങ്ങനെ എത്തിച്ചേർന്നതാണ്. ഞങ്ങളിങ്ങനെ പല പേരുകൾ ആലോചിച്ചു. ഞങ്ങൾ വേറെ ആരെയും അപ്രോച്ച് ചെയ്തില്ല. പല പേരുകളും ആലോചിച്ചു. പക്ഷേ ഇതിനകത്ത് ഈ ക്യാരക്ടറിൻ്റെ പല ഷെയ്ഡ്സും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇതെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും ഒരു നടനെ. അതാണ് ഞങ്ങൾ ഇങ്ങനെ തപ്പി സഹിച്ചേട്ടനിലോട്ട് എത്തി. സഹിച്ചേട്ടനാണെങ്കിൽ ഇത് ആൾക്കാർക്ക് അത്ര പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ല എന്ന് തോന്നി. പ്രഡിക്റ്റബിലിറ്റിയുടെ അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു സർപ്രൈസ് ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു ആക്ടറായിട്ട് തോന്നി. കാരണം അദ്ദേഹം അടുത്ത് എന്ത് ചെയ്യും, അത് സിനിമയുടെ സസ്പെൻസുമായിട്ട് ബന്ധമില്ല. പക്ഷേ ആസ് എൻ ആക്ടർ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുമല്ലോ. അത് ഉള്ളൊരു ആളായിട്ട് എനിക്ക് പുള്ളിയെ തോന്നിയിട്ടുള്ളത്. അതാണ് തോന്നുന്നു പുള്ളി ഇപ്പോഴും വളരെ ഫ്രഷ് ആയിട്ട് ഇപ്പോഴും സ്ക്രീനിൽ വരാൻ നേരത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു ആക്ടറായിട്ട് നമുക്ക് തോന്നുന്നു. ബിക്കോസ് ഈസ് വെരി എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ആസ് എൻ ആക്ടർ ഒരു സീനിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുള്ളിയിലോട്ട് എത്തി, പുള്ളിയോട് സംസാരിച്ചു. പുള്ളി ഒരുപാട് എൻഗേജ് ചെയ്യുന്ന ആക്ടറാണ്. നമ്മളൊരു സീൻ പറഞ്ഞു കൊടുത്താലും ഡയലോഗ് പറഞ്ഞു കൊടുത്താലും അതിങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. എന്നിട്ട് പുള്ളിയുടെ പല സജഷൻസും ഉണ്ടാവും. അത് വളരെ വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ടായിരിക്കും പുള്ളി അത് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പലതും അത് ഭയങ്കര നല്ല രസകരമായിട്ടുള്ള സെഷൻസാണ്. അതൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമ കഴിഞ്ഞിറങ്ങാൻ നേരത്ത് ഈ ആൾക്കാർ സംസാരിക്കുന്ന ക്യാരക്ടേഴ്സിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ സഹിച്ചേൻ്റെ ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സഹിച്ചേണ്ണും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനൊരു കഥാപാത്രം പുള്ളിയുടെ ഒരു കഥാപാത്രം ഇങ്ങനെ ആക്കി മാറ്റാൻ സാധിച്ചത്. കുറച്ചായി നമ്മൾ എന്തായാലും സൈചേട്ടനെ അങ്ങനെ കണ്ടിട്ട്. അതെ. അപ്പം എന്തായാലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ചേട്ടനും പിന്നെ അഭിലാഷ് ചേട്ടൻ റൈറ്ററിനുമാണ് അതിന്റെ ഹോൾ ക്രെഡിറ്റ്. ഒരു നടന്റെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നതിന്. ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ചേട്ടൻ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കഥാപാത്രം ഈ മൂവിയിൽ ഉണ്ടാകും എന്നുള്ളത്. എല്ലാവരും ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിരിക്കും എങ്കിലും ഡയറക്ടർ വിഷ്ണു വിനയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആനന്ദ് ശ്രീബാരിയിൽ ആരാണ്? തീർച്ചയായും ആനന്ദ് തന്നെയാണ്. കാരണം അത് പല കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പം ഇത് ഈ പറഞ്ഞ സെൻട്രൽ ക്യാരക്ടർ ഡ്രൈവ് ചെയ്യുന്നൊരു സിനിമയാണ്. അത് അർജുൻ്റെ കഥാപാത്രം ആനന്ദാണ്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഒരു സിനിമയിൽ ഈ സെൻട്രൽ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സിനിമകളാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഫുള്ളി വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിനോടാണ് കൂടുതൽ അടുത്തേക്കുന്നത്. അത് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ സിനിമ നല്ല അഭിപ്രായം നേടി ഓടുന്നു. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഈ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ചർച്ച ചെയ്യപ്പെടുക. കാരണം എനിക്ക് അത് അർജുൻ അഭിനയിച്ച് തുടങ്ങുന്ന ആ ദിവസം തൊട്ട് ഈ അർജുൻ ട്രാൻസ്ഫോം ആവുന്നത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഈ ഞങ്ങൾ 45 ദിവസം ഷൂട്ട് ചെയ്ത ദിവസങ്ങളിൽ. അപ്പം ഈ ഒരു ആക്ടർ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ കടക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ കണ്ടു. അത് ചിലപ്പോൾ അർജുനും കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഞാനും അങ്ങനെ ഞങ്ങളും അർജുനെ വിളിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു സെൻട്രൽ ആക്ടറെ പഠിക്കുകയും ചെയ്തു. എൻ്റെ ഞങ്ങളുണ്ടാക്കിയ ആനന്ദ് എങ്ങനെ ഒരു ആക്ടറിലൂടെ വേറൊരു തലത്തിലോട്ട് എത്തുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ എനിക്കതൊരു സത്യം പറഞ്ഞാൽ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നതും അർജുൻ്റെ ആനന്ദിനോടാണ്. സഹിച്ചേൻ്റെ ക്യാരക്ടറാണ് ഞങ്ങൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്ക് വന്നത്. പക്ഷേ എനിക്കൊരിക്കലും ഈ ആനന്ദുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വിട്ടുപോകില്ല. ആൻഡ് അർജുൻ നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്യുന്ന നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്ക് ഡീറ്റെയിലിങ്ങിലോട്ട് പോകുന്നൊരു ആക്ടറാണ്. എനിക്കൊന്ന് ഭാവിയിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്താൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. തീർച്ചയായിട്ടും കോമഡി റോൾസും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ളത് ഒക്കെ വളരെ അറ്റ് ദ ഈസ് എന്ന് പറയുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് അർജുൻ അശോകൻ. ഓൾറൈറ്റ്. അപ്പം ഇനി എന്തായാലും നമുക്ക് വിഷ്ണു ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പം സിനിമയിൽ ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 7-8
വർഷമായിട്ടുണ്ട്. ഇപ്പം വിനയൻ സാറിന്റെ മകനാണ്. എങ്കിലും സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഫസ്റ്റ് മൂവി സംഭവിക്കാനായിട്ട് വൈ ഡിഡ് ഇറ്റ് ടേക്ക് സോ ലോങ്? ഞാൻ ആക്ച്വലി എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ യുഎസിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇങ്ങോട്ട് വന്ന് സിനിമയിലൊക്കെ ഭാഗമാകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അപ്പം ഇവിടുത്തെ ഇഷ്യൂസൊക്കെ കാരണം കുറച്ച് സമയം എടുത്തു വരാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നു. എനിക്കെന്തായാലും ഇത് തന്നെ വേണം, അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ സിനിമകൾ അച്ഛൻ ചെയ്യുന്ന നേരത്ത് സ്വന്തം പ്രൊഡക്ഷനും സ്വന്തം ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ്. കാരണം അതായിരുന്നു പോസിബിൾ, വേറെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിലും പ്രൊഡക്ഷൻ ഓഫീസിലും ഒക്കെ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ഡയറക്ടർ അസിസ്റ്റൻ്റായിട്ട് പോയി ഇരിക്കും. അങ്ങനെ പല പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം അഭിനയിക്കുന്നത് 2017 റിലീസായ ഹിസ്റ്ററി ഓഫ് ജോയിലാണ്. അതിനകത്തും എനിക്ക് അതിൻ്റെ റൈറ്റിംഗ് ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ ഫ്രണ്ട്സായിരുന്നു അത് ചെയ്തത്. പക്ഷെ അത് യാദൃശ്ചികമായിട്ട് ഞാൻ അതിൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നു. ക്യാമറയുടെ മുന്നിൽ വരാൻ ആഗ്രഹിച്ച ആൾ പിന്നിലായി വിഷ്ണു ഗോവിന്ദൻ ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ അത് വളരെ കോയിൻസിഡൻ്റലായിട്ട് സംഭവിച്ചതാണ്. പിന്നീട് ഞാൻ അഭിനയിക്കുകയാണ് 3-4 പടം. എൻ്റെ ഈ ഫിലിം മേക്കർ ആവാനുള്ള ആഗ്രഹം ഇങ്ങനെ നടക്കുന്നില്ല. ഇത് പക്ഷെ നടക്കുന്നുണ്ട്, ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പുറകെ പോയി. ഞാൻ പിന്നെ അച്ഛൻ്റെ 19-ാം നൂറ്റാണ്ടിൽ അഭിനയിച്ചു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഞാൻ റൈറ്റിംഗ് പ്രോസസ് തൊട്ട് എൻ്റെ റിലീസ് വരെ കൂടെ ഉണ്ടായിരുന്നു, ആക്ട് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആക്ടിങ് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുന്നത്. കാരണം അതൊരു വർക്ക് ചെയ്തെടുത്തൊരു പ്രോസസ്സായിരുന്നു. അപ്പോൾ ഇനി ആക്ട് ചെയ്യണം തോന്നി. അപ്പോഴും വീണ്ടും ഫിലിം മേക്കിംഗ് അങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ സമയം പോയതാണ്. പിന്നെ ആൻഡോ ചേട്ടൻ എനിക്കായിട്ട് ഞാനിങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ വർക്ക് ചെയ്തത് അറിഞ്ഞിട്ട് പുള്ളി എൻ്റെ മുന്നിൽ വെച്ചൊരു സജഷനാണത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്താണ്, ഞാൻ ആക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അത്തരം ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വരുന്നത്. സോ അതെങ്ങനെയോ സംഭവിച്ചാൽ അതെ ജസ്റ്റ് ഹാപ്പൻ എന്ന് പറയുന്നത് പോലെ. താങ്ക് യു സോ മച്ച്. ആനന്ദ് ശ്രീബാല ഇതുവരെ കാണാത്ത പ്രേക്ഷകർ ഇനിയും തിയേറ്ററിൽ പോയി കാണട്ടെ അല്ലേ? അതെ, തീർച്ചയായും. അതൊരു ഈ പറഞ്ഞ കണക്ക് നടന്ന സംഭവം ആണ്. പിന്നെ ഈ അമ്മ മകൻ ബന്ധമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ സിനിമയിൽ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുമ്പോൾ കിട്ടേണ്ട സസ്പെൻസസും ട്വിസ്റ്റും അതിൻ്റെ ത്രില്ലും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അത് ഞങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് വിഷ്ണു ചേട്ടാ ഫോർ ജോയിനിങ് us. സിനിമ ഇനിയും വമ്പൻ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും സെലിബ്രിറ്റി ചാറ്റ്സും ഒക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഔട്ട് ഫ്രം സെല്ലുലോയിഡ്. ബൈ.